ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് മഴക്കാലത്ത് സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളാണ് പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ഒറ്റ പ്രാവശ്യമെങ്കിലും ഒന്ന് കേൾക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും പറയാനറിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസ് പറയാണ്. അപ്പോൾ നല്ല മഴ പെയ്യുന്ന ദിവസം നമ്മൾ പറയും ഇന്നൊരു മഴ ദിവസമാണില്ലേ എന്ന് പറയില്ലേ. അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഇന്നൊരു മഴ ദിവസമാണ്. ഇറ്റ്സ് എ റെയിനി ഡേ, ഇറ്റ്സ് എ റെയിനി ഡേ എന്നാണ് നമ്മൾ പറയാം കേട്ടോ. അല്ലെങ്കിൽ ടുഡേ ഈസ് എ റെയിനി ഡേ അങ്ങനെ പറയാം. പക്ഷേ ഒന്നും കൂടെ സിമ്പിളായിട്ട് ഒന്നും കൂടെ സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ഇറ്റ്സ് എ റെയിനി ഡേ എന്ന് പറയാം. ഓക്കെ, കിട്ടിയോ? ഇറ്റ്സ് എ റെയിനി ഡേ. ഇനി അങ്ങനെ ഇരിക്കെ നല്ല മഴയുള്ള കാലത്ത് തന്നെ പെട്ടെന്ന് ഒരു ദിവസം നല്ല വെയിലാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നൊരു വെയിലുള്ള ദിവസമാണെന്ന് പറയില്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് പറയാം? ഇറ്റ്സ് എ സണ്ണി ഡേ, ഇറ്റ്സ് എ സണ്ണി ഡേ. കിട്ടിയില്ലേ? ഇറ്റ്സ് എ സണ്ണി ഡേ, ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ്. ഇറ്റ്സ് എ റെയിനി ഡേ, ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ്. ഇനി ഇപ്പോൾ മഴ പെയ്യുകയാണെന്നപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇപ്പോൾ മഴ പെയ്യുകയാണ്. ഇറ്റ്സ് റെയിനിങ്, ഇറ്റ്സ് റെയിനിങ്, ഇറ്റ് ഈസ് റെയിനിങ് എന്നാണ് പറയുന്നത്. അതിനെ ഷോർട്ടാക്കിയിട്ട് നമ്മൾ ഇറ്റ്സ് റെയിനിങ് എന്ന് പറയാം കേട്ടോ. ഇനി ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എങ്ങനെ നമുക്ക് പറയാം? നമ്മൾ മേഘമൊക്കെ കണ്ടിട്ട് ആകാശത്ത് നോക്കിയിട്ട് നമ്മൾ പറയും ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഇറ്റ് മേ ബി റെയിൻ, ഇറ്റ് മേ ബി റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്, ഇന്ന് എന്തായാലും മഴ പെയ്യും. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ പറയില്ല ഇന്ന് ഉറപ്പായിട്ടും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്, വളരെ കൂടുതലാണ് സാധ്യത എന്ന ഒരു അർത്ഥത്തിൽ നമുക്ക് മൈറ്റ് ബി ഉപയോഗിച്ചിട്ട് പറയാം കേട്ടോ. ഇറ്റ് മൈറ്റ് ബി റെയിൻ ടുഡേ. മേ ബി ഒരു സാധ്യതയാണ് പറയുന്നത്, മൈറ്റ് ബി അതിനേക്കാൾ ഒന്നും കൂടെ സാധ്യത, നമ്മളൊന്നും കൂടെ ആ ഒരു ഉറപ്പിച്ച് പറയുന്നത് എന്തായാലും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഇറ്റ് മൈറ്റ് ബി റെയിൻ ടുഡേ എന്ന് പറയാം. മൈറ്റ് ബി. നെക്സ്റ്റ്, എന്തൊരു ഇടിമിന്നലാണ് നമ്മൾ പറയാറുണ്ട്. എന്തൊരു ഇടിമിന്നലാണ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വാട്ട് എ തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, വാട്ട് എ തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. എന്തൊരു ഇടിയും മിന്നലാണ് അല്ലേ, എന്തൊരു ഇടിമിന്നലാണ്. ഇനി ഇങ്ങനെ പറയാം കേട്ടോ. വാട്ട് എ തണ്ടർ ബോൾട്ട്, വാട്ട് എ തണ്ടർ ബോൾട്ട്. നമ്മളൊരു ആശ്ചര്യത്തിൽ പറയാം, വാവ് എന്തൊരു ഇടിയാ, അങ്ങനെ നമ്മൾ പറയില്ല, എന്തൊരു ഇടി. അപ്പോൾ എങ്ങനെ പറയാം? വാട്ട് എ തണ്ടർ ബോൾട്ട്, എന്തൊരു ഇടിയാ. നീ കുട എടുത്തിട്ടുണ്ടോ നമ്മൾ ചോദിക്കാറുണ്ട്. നീ കുട എടുത്തിട്ടുണ്ടോ, മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്, നീ കുട എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. എങ്ങനെ ചോദിക്കുക? ഡിഡ് യു ടേക്ക് അംബ്രല, ഡിഡ് യു ടേക്ക് അംബ്രല. നമ്മൾ എന്തൊരു കാര്യം എടുത്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി നമ്മൾ ഡിഡ് യു വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ തുടങ്ങുക കേട്ടോ. ഡിഡ് യു ടേക്ക് അംബ്രല, നീ കുട എടുത്തിട്ടുണ്ടോ. ഓക്കെ, ഇനി നീ റെയിൻ കോട്ട് എടുത്തിട്ടുണ്ടോ എന്നപ്പോൾ എങ്ങനെ ചോദിക്കാം? ഡിഡ് യു ടേക്ക് യുവർ റെയിൻ കോട്ട്, നീ നിൻ്റെ റെയിൻ കോട്ട് എടുത്തിട്ടുണ്ടോ. ഡിഡ് യു ടേക്ക് യുവർ റെയിൻ കോട്ട്. ഇനി ഇങ്ങനെയും ചോദിക്കാം, ഡു യു ഹാവ് റെയിൻ കോട്ട്, നിൻ്റെ അടുത്ത് റെയിൻ കോട്ട് ഇല്ലേ. ഡു യു ഹാവ് റെയിൻ കോട്ട്. എങ്ങനെ ചോദിക്കാം? ഡു യു ഹാവ് റെയിൻ കോട്ട്. ഞാൻ എടുക്കാൻ മറന്നുപോയി, ഞാൻ കുട എടുക്കാൻ മറന്നുപോയി എന്ന് എങ്ങനെ പറയാം? ഐ ഫോഗോട്ട് ടു ടേക്ക് അംബ്രല. ഐ ഫോഗോട്ട് എന്ന് വെച്ചാൽ എന്താണ്? മറന്നു എന്നാണ് കേട്ടോ. ഐ ഫോഗോട്ട് ടു ടേക്ക്, എടുക്കാൻ, അംബ്രല, കുട എടുക്കാൻ ഞാൻ മറന്നു. ഐ ഫോഗോട്ട് ടു ടേക്ക് അംബ്രല. ഐ ഫോഗോട്ട് ടു ടേക്ക് മൈ റെയിൻ കോട്ട്, ഞാൻ എൻ്റെ റെയിൻ കോട്ട് എടുക്കാൻ മറന്നു. എങ്ങനെ പറയാം? ഐ ഫോഗോട്ട് ടു ടേക്ക്, ഞാൻ എടുക്കാൻ മറന്നു. മഴ ചോരുന്നത് വരെ നമുക്കിവിടെ നിൽക്കാം എന്ന് നമ്മൾ പറയാറില്ലേ. മഴ ചോരുന്നത് വരെ നമുക്കിവിടെ നിൽക്കാം. എങ്ങനെ പറയാം? ലെറ്റ്സ് സ്റ്റേ, നമുക്ക് നിൽക്കാം. ലെറ്റ്സ് സ്റ്റേ ഹിയർ അണ്ടിൽ ദ റെയിൻ സ്റ്റോപ്സ്. എങ്ങനെ പറയാം? ലെറ്റ്സ് സ്റ്റേ ഹിയർ അണ്ടിൽ ദ റെയിൻ സ്റ്റോപ്സ്. അണ്ടിൽ എന്ന് വെച്ചാൽ എന്താണ്? ഇതുവരെ, അതുവരെ എന്നാണ് കേട്ടോ. ദ റെയിൻ സ്റ്റോപ്പ്, റെയിൻ സ്റ്റോപ്പ് ആവുന്നത് വരെ, മഴ ചോരുന്നത് വരെ നമുക്കിവിടെ നിൽക്കാം. ലെറ്റ്സ് സ്റ്റേ, നമുക്കിവിടെ നിൽക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ, പോകാം. നമുക്ക് എന്തൊരു കാര്യം ചെയ്യാം, എടുക്കാം, പോകാം എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ലെറ്റ്സ് വെച്ചിട്ടാണ് തുടങ്ങുക കേട്ടോ. ലെറ്റ്സ് ഗോ, പോകാം. ലെറ്റ്സ് ഡു, ചെയ്യാം. ലെറ്റ്സ് വാക്ക്, നടക്കാം. കിട്ടിയില്ലേ? അപ്പം ലെറ്റ്സ് സ്റ്റേ ഹിയർ അണ്ടിൽ ദ റെയിൻ സ്റ്റോപ്സ്, അണ്ടിൽ അതുവരെ, നമുക്ക് മഴ ചോരുന്നത് വരെ ഇവിടെ നിൽക്കാം. ഇനി അണ്ടിലിന് പകരം നമുക്ക് ടില്ലും ഉപയോഗിക്കാം കേട്ടോ. ഒരു സെൻറ്റൻസ് പറയാം. ലെറ്റ്സ് വെയിറ്റ് ടിൽ ദ റെയിൻ സ്റ്റോപ്സ്. എന്താണ്? ലെറ്റ്സ് വെയിറ്റ് ടിൽ ദ റെയിൻ സ്റ്റോപ്സ്. മഴ ചോരുന്നത് വരെ അല്ലെങ്കിൽ മഴ നിൽക്കുന്നത് വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം, നമുക്കിവിടെ കാത്തുക്കാലേ. മഴ ചോരുന്നത് വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ലെറ്റ്സ് വെയിറ്റ് ടിൽ ദ റെയിൻ സ്റ്റോപ്സ്. ഇനി മഴ ചോർന്നിട്ട് നമുക്ക് പുറത്ത് പോകാം, അങ്ങനെ നമ്മൾ പറയാറില്ലേ. മഴ ചോർന്നിട്ട് പോകാം എങ്ങനെ പറയാം? ലെറ്റ്സ് ഗോ ഔട്ട് ആഫ്റ്റർ ദ റെയിൻ. ലെറ്റ്സ് ഗോ ഔട്ട് ആഫ്റ്റർ ദ റെയിൻ.
പകരം നമുക്ക് ഇങ്ങനെയും പറയാം കേട്ടോ. ലെറ്റ്സ് ഗോ ഔട്ട് വെൻ ദ റെയിൻ ഈസ് ഓവർ. ലെറ്റ്സ് ഗോ ഔട്ട് വെൻ ദ റെയിൻ ഈസ് ഓവർ. മഴ ചോർന്നതിന് ശേഷം നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ ഔട്ട് വെൻ ദ റെയിൻ ഈസ് ഓവർ. ദെൻ നമ്മൾ പലപ്പോഴും ഫോൺ ചെയ്യുന്ന സമയത്തൊക്കെ ചോദിക്കാറുണ്ടല്ലേ, അവിടെ മഴയുണ്ടോ, അവിടെ മഴയുണ്ടോ എന്നൊക്കെ ചോദിക്കാറില്ലേ. നമ്മളിപ്പോൾ ഇവിടെ മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ ചോദിക്കാം അവിടെ ഇപ്പോൾ മഴയുണ്ടോ. എങ്ങനെ നമുക്ക് ചോദിക്കാം? ഈസ് ഇറ്റ് റെയിൻ ദർ നൗ, ഈസ് ഇറ്റ് റെയിൻ ദർ നൗ. റെയിനിങ് എന്നും പറയാം കേട്ടോ. ഈസ് ഇറ്റ് റെയിനിങ് ദർ നൗ, ഈസ് ഇറ്റ് റെയിനിങ് ദർ നൗ. അവിടെ ഇപ്പോൾ എങ്ങനെയാണ്, മഴയൊക്കെ ഉണ്ടോ അല്ലേ, അവിടെ ഇപ്പോൾ മഴയുണ്ടോ, നമ്മളങ്ങനെ ചോദിക്കാറുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ ചോദിക്കാറുണ്ട് അവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് ചോദിക്കൂലേ. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം? ഹൗ ഈസ് ദ വെദർ ദർ. വെദർ എന്താണ്, കാലാവസ്ഥ. ഹൗ ഈസ് ദ വെദർ ദർ അല്ലെങ്കിൽ ഹൗ ഈസ് ദ ക്ലൈമറ്റ് ദർ എന്നും ചോദിക്കാം കേട്ടോ. ഹൗ ഈസ് ദ ക്ലൈമറ്റ് ദർ. ക്ലൈമറ്റ് എന്ന് വെച്ചാലും വെദർ എന്ന് വെച്ചാലും എന്താണ്, കാലാവസ്ഥയാണ് കേട്ടോ. ഇനി എന്തൊരു മഴയാന്ന് നമ്മൾ പറയാറുണ്ടല്ലേ, ഭയങ്കര ആശ്ചര്യത്തിലൊക്കെ നമ്മൾ പറയും എന്തൊരു മഴയാന്ന് പറയില്ലേ. എന്തൊരു മഴ എങ്ങനെ പറയാം? വാട്ട് എ റെയിൻ, വാട്ട് എ റെയിൻ. ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് വേണം കേട്ടോ. നമ്മൾ എഴുതുകയാണെങ്കിൽ അവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും. നമ്മൾ പറയുകയാണെങ്കിലോ ആ ഒരു ആശ്ചര്യത്തിൽ തന്നെ നമ്മൾ പറയില്ലേ എന്തൊരു മഴയാ അല്ലേ. അതേപോലെ എന്തൊരു തണുപ്പാന്ന് പറയില്ലേ, എങ്ങനെ പറയാം? വാട്ട് എ കോൾഡ്, വാട്ട് എ കോൾഡ്. എന്തൊരു തണുപ്പാ. എന്തൊരു ചൂടാന്നപ്പോൾ എങ്ങനെ പറയാം? വാട്ട് എ ഹോട്ട്, വാട്ട് എ ഹോട്ട് അല്ലേ. ഇനി ആകെ ഒരു മൂടിക്കെട്ടിയ ദിവസമാണെങ്കിൽ നമ്മൾ പറയും ഇന്ന് ആകെ ഒരു മൂടിക്കെട്ടിയും കൊണ്ടാണല്ലേ. എന്താണ്, ആകെ ഒരു മേഘാവൃതമായിരിക്കുന്ന ദിവസം ഉണ്ടാവില്ല, ആകെ ഒരു കറുത്തിരുണ്ടിരിക്കുന്ന ഒരു ദിവസം. അപ്പോൾ നമ്മൾ എന്താ പറയുക? ഇറ്റ്സ് എ ക്ലൗഡി ഡേ. ഇന്നെന്താണ്, ഒരു ക്ലൗഡി ഡേ ആണല്ലേ, ഇന്നൊരു മൂടിക്കെട്ടിയ ദിവസമാണെന്ന് പറയില്ലേ. നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഇറ്റ്സ് എ ക്ലൗഡി ഡേ. എന്ത് പറയാം? ഇറ്റ്സ് എ ക്ലൗഡി ഡേ. ഓക്കെ, അപ്പോൾ മഴയുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം നമ്മൾ സംസാരിക്കുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമ്മളിന്ന് പഠിച്ചു. അപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് നമ്മുടെ വൈൻഡപ്പ് ചെയ്യുന്നത്. ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക്